നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തരിച്ച മുൻ എംപിയും മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ ഹമീദ് അലി ഷംനാടിന് നാടിന്റെ അന്ത്യാഞ്ജലി. ഉദിച്ചുയർന്ന സൂര്യൻ ഒടുവിൽ അസ്തമിച്ചു. പച്ച രാഷ്ട്രീയത്തിന്റെ വഴിത്താരയിലൂടെ ഷംനാട് നടന്നു നീങ്ങിയത് ചരിത്രത്തിൽ ഇതിഹാസതുല്യമായ ജീവിതം രചിച്ചുകൊണ്ട്. സ്ഥലം മാറ്റം പുനഃപരിശോധിച്ച് തോംസൺ ജോസിനെ കാസർഗോഡ് തന്നെ നിയമിക്കണമെന്ന ആവശ്യവുമായി സേവ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ. സംസ്ഥാനത്തെ ക്രഷറുകളും അടച്ചുപൂട്ടലിന്റെ വക്കിൽ. നാമമാത്രമായി ലഭിക്കുന്ന വേതനം വർദ്ധിപ്പിക്കണമെന്ന് ക്രഷർ ജീവനക്കാർ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 26ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. NH അൻവർ ഫോട്ടോ അനാച്ഛാദനവും ബഡ് സ്കൂളുകളിലേക്കുള്ള ഫണ്ട് വിതരണവും ഞായറാഴ്ച ഉദുമയിൽ വെച്ച് സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ എംപിയും മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ ഹമീദ് അലി ഷംനാടിന് നാടിന്റെ അന്ത്യാഞ്ജലി. അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് ആയിരങ്ങൾ. തടിച്ചുകൂടിയ വൻ ജനാവലിയെ സാക്ഷിയാക്കി ഒടുവിൽ ഹമീദ് അലി ഷംനാട് ഓർമ്മയായി. കാസർഗോഡ് തായലങ്ങാടി ഗിളർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്, മന്ത്രിമാരായ E ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുൻ മന്ത്രി കുഞ്ഞാലിക്കുട്ടി, MLA മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, K കുഞ്ഞിരാമൻ, ജില്ലാ കളക്ടർ ജീവൻ ബാബു, കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്, RYF സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം ചന്ദേര, BJP ജില്ലാ പ്രസിഡന്റ് K ശ്രീകാന്ത്, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, യഹ്യ തളങ്കര, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങി ജില്ലയിലെ പ്രമുഖർ സംസ്കാര ചടങ്ങിന് സാക്ഷിയായി. وبينه في دار جناتك النعيم الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ഉദിച്ചുയർന്ന സൂര്യൻ ഒടുവിൽ അസ്തമിച്ചു. പച്ചരാഷ്ട്രീയത്തിന്റെ വഴിത്താരയിലൂടെ ഷംനാട് നടന്നു നീങ്ങിയത് ചരിത്രത്തിൽ ഇതിഹാസതുല്യമായ ജീവിതം രചിച്ചുകൊണ്ട്. സേവനം കൊണ്ട് ജീവിതം അടയാളപ്പെടുത്തിയ ഷംനാടിന്റെ മനസ്സു നിറയെ ലോകത്തിന്റെ ചരിത്രമുണ്ടായിരുന്നു. 1929 അങ്കണിമുഖറിൽ ജനിച്ച് തുളുനാട്ടിന്റെ മണ്ണിൽ നിന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയപ്പോൾ സംശുദ്ധ രാഷ്ട്രീയത്തിൽ പിറന്നു വീണത് മറ്റൊരു പോരാളി കൂടിയായിരുന്നു. നിയമപഠനം പൂർത്തിയാക്കി മദ്രാസ് ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും കാസർഗോഡ് കോടതിയിലും പ്രവർത്തിച്ച ഷംനാട് തൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് PSPയിലൂടെയായിരുന്നു. 1956 മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിച്ച ഷംനാട് 30ാം വയസ്സിൽ കേരള നിയമസഭയിലെത്തുന്നത് നാദാപുരം എന്ന ഇടതുകോട്ട തകർത്തുകൊണ്ടായിരുന്നു. നാടറിഞ്ഞും നാട്ടുകാരെ മനസ്സിലാക്കിയും ജനമനസ്സുകളിൽ ഇടം നേടിയ ഷംനാട് പിന്നീട് അങ്ങോട്ട് ലീഗ് രാഷ്ട്രീയത്തിൻ്റെ മിന്നലായി മാറി. കേരള PSC അംഗം, കേരള സർവകലാശാല സെനറ്റ് അംഗം, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ തുടങ്ങിയ പദവികളിൽ പ്രവർത്തിച്ചു. മുസ്ലിം ലീഗിൻ്റെ നിർണായക സ്ഥാനങ്ങളെല്ലാം അലങ്കരിച്ചു. സേവനാത്മകമായ മനസ്സുമായി നാടുചുറ്റിയ ഷംനാടിന് പുസ്തകങ്ങളോട് പ്രണയമായിരുന്നു. പാതി മലയാളം വഴങ്ങുന്ന മനസ്സിൽ എണ്ണിയാലൊടുങ്ങാത്ത പുസ്തകനിരയുമുണ്ടായിരുന്നു. ഒടുവിൽ തുളുനാട്ടിൻ്റെ ഈ ഇതിഹാസതുല്യമായ ജീവിതം വിദൂരത്തിലേക്ക് മാഞ്ഞുപോയിരിക്കുന്നു. എങ്കിലും ചരിത്രത്തിൻ്റെ പുസ്തകത്താളിൽ പച്ചതോരാതെ എഴുതി വെക്കാം, ഷംനാട് ഒരു പാഠപുസ്തകമാണെന്ന്. അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഹമീദ് അലി ഷംനാടിനെ സ്മരിച്ച് അനുശോചന യോഗം നടത്തി. കാസർഗോഡ് ക്ലോക്ക് ടവറിന് സമീപത്ത് നടന്ന ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു.
മുസ്ലിം ലീഗ് നേതാവും സാമൂഹിക പ്രവർത്തകനുമായ ഹമീദ് അലി ഷംനാടിൻ്റെ വിയോഗത്തെ സ്മരിച്ചുകൊണ്ടാണ് കാസർഗോഡ് തായലങ്ങാടിയിൽ അനുശോചന പൊതുയോഗം സംഘടിപ്പിച്ചത്. രാഷ്ട്രീയത്തിലെ കറപുരളാത്ത നേതാവായിരുന്നു ഹമീദ് അലി ഷംനാടെന്നും നഷ്ടമായത് മികച്ച പൊതുജന സേവകനാണെന്നും യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച നിരപരാധികളെ വേട്ടയാടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്കെതിരെയുള്ള റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ട് ഉണ്ടായിരുന്നു. ഇത് കേട്ട ഉടനെ തന്നെ ഞാൻ അടുത്ത ട്രെയിനിൽ എത്തുകയും വരികയും ഇവിടെ 4:45 മണിയോടുകൂടി കാസർഗോഡ് എത്തുകയും ചെയ്തു. ഇവിടെ ബഹുമാനായ MC ഖമറുദ്ദീൻ സാഹിബ്, മുഹമ്മദ് നിമാസ് അടക്കമുള്ള നേതാക്കൾ, മുൻമന്ത്രി CT അഹമ്മദ് അലി, NA നെല്ലിക്കുന്ന് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, PA അഷറഫ് അലി, MC ഖമറുദ്ദീൻ, അനന്തൻ നമ്പ്യാർ, അസീസ് കടപ്പുറം, TE അബ്ദുള്ള, T കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥലം മാറ്റം പുനഃപരിശോധിച്ച് തോംസൺ ജോസിനെ കാസർഗോഡ് തന്നെ നിയമിക്കണമെന്ന ആവശ്യവുമായി സേവ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ. ഇതിന്റെ ഭാഗമായി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തോംസൺ ജോസിന്റെ അപ്രതീക്ഷിത സ്ഥലം മാറ്റമാണ് ഇങ്ങനെയൊരു പ്രതിഷേധവേദി ഒരുക്കിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് കാസർഗോട്ടെ ക്രമസമാധാനം തിരികെ കൊണ്ടുവരികയും മണൽ മദ്യ മാഫിയക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്ത തോംസൺ ജോസിന്റെ സ്ഥലം മാറ്റം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് സേവ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതെന്നും ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദ്ദേഹത്തെ കാസർഗോഡ് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്ന പൊതുജനങ്ങളുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് കാസർഗോഡ് സേവ് കൂട്ടായ്മ എന്ന സംഘടനയുടെ കീഴിൽ ഈ വരുന്ന 9-ാം തീയതി മറ്റന്നാൾ തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡിലെ മുഴുവൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രതിഷേധ കൂട്ടായ്മ പുതിയ ബസ് സ്റ്റാൻഡ് ഒപ്പുമര ചുവട്ടിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത്തരമൊരവസ്ഥയിൽ തന്നെ യാതൊരു കാരണവും കൂടാതെ SP സ്ഥലം മാറ്റുന്നത് ജില്ലയിലെ ക്രമസമാധാനത്തെ ബാധിക്കുമോ എന്നതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ഹഫീസ് ചൂരി, മജീദ് കല്ലമ്പാടി, കൃഷ്ണൻ നമ്പ്യാർ, മഹമ്മൂദ് വട്ടേക്കാട്, ഹമീദ് ചെരങ്കൈ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനത്തെ ക്രഷറുകളും അടച്ചുപൂട്ടലിന്റെ വക്കിൽ. നാമമാത്രമായി ലഭിക്കുന്ന വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ക്രഷർ ജീവനക്കാർ രാപ്പകൽ സമരം നടത്തുമെന്ന് നേതാക്കൾ. സംസ്ഥാനത്തെ ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ 270 കർഷകകളും അവയിൽ 540 ജീവനക്കാരും നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഇവർ യഥാക്രമം 1200-800 രൂപ മാത്രമാണ് വേതനം കൈപ്പറ്റുന്നത്. നാമമാത്രമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ബാലസേവികമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം 3000 രൂപയായും 1500 രൂപയായും വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഏകദേശം 7 മാസത്തോളമായി ഇവർക്ക് ശമ്പളവും കിട്ടുന്നില്ല. അതുപോലെ തന്നെ കർഷകരുടെ കുട്ടികൾക്ക് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തുകയും ലഭിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്ന രാപ്പകൽ സമരത്തിൻ്റെ ഒരു സംഘാടക സമിതി രൂപീകരിച്ചു. ജീവനക്കാരുടെ വേതന വർധനവിനായി മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ശിശുക്ഷേമ സമിതി, കൃഷി വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലാണ് 10-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ രാപ്പകൽ സമരം നടക്കുന്നത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന സമരം ജില്ലാ പഞ്ചായത്ത് അംഗം E പത്മാവതി ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ കാറ്റാടി കുമാരൻ, KP രമ്യ, KT ഗീത, ഷീബ, അമ്പിളി, A മാധവൻ, സജിത തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 26ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ഹൊസങ്കടി ഹിൽസൈഡ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ സമ്മേളനം മുൻ MPയും സംസ്ഥാന സമിതി അംഗവുമായ NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലകളെ RSS ഹിന്ദുത്വവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. എത്ര വലിയ വെല്ലുവിളിയാണ് ഈ രാജ്യം നേരിടുന്നത്. ഏറ്റവും പരമപ്രധാനം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യപരമായ ഉള്ളടക്കം തന്നെയാണ്. ഏതാണ്ട് 150 കൊല്ലത്തിലധികം കാലം നീണ്ടുനിന്നു നമ്മുടെ രാജ്യം വൈദേശിക മേധാവിത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള തുടർന്ന പോരാട്ടം. ആയിരങ്ങളുടെ ജീവത്യാഗം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ആവർത്തിക്കുന്നത്. മോഹനൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളന പരിപാടിയിൽ CH കുഞ്ഞമ്പു, KR ജയാനന്ദൻ,
KP ഹരികൃഷ്ണൻ, TP ഉഷ, B ബേബി, പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി സാർവജനിക സമ്മേളനവും സംഘടിപ്പിച്ചു. സാർവജനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം M രാജഗോപാലൻ MLA നിർവഹിച്ചു. KR ജയാനന്ദ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ KV സന്തോഷ് കുമാർ, രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്ന് സാർവജനിക സമ്മേളനം ആവശ്യപ്പെട്ടു. NH അൻവർ ഫോട്ടോ അനാച്ഛാദനവും ബഡ് സ്കൂളുകളിലേക്കുള്ള ഫണ്ട് വിതരണവും ഞായറാഴ്ച ഉദുമയിൽ സംഘടിപ്പിക്കും. ഇന്ത്യൻ കേബിൾ TV വ്യവസായത്തിന് അമൂല്യ സംഭാവനകൾ നൽകിയ NH അൻവറിന്റെ ഛായാചിത്രം ഉദുമ CCN ഓഫീസിൽ ഔദ്യോഗികമായി സ്ഥാപിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി നടപ്പിലാക്കുന്ന സഹായ പദ്ധതികൾക്ക് കള്ളാർ, മുള്ളേരിയ ബഡ് സ്കൂളുകളിലെ കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനത്തിനുള്ള ഫണ്ട് സ്കൂൾ അധികൃതർക്ക് കൈമാറിക്കൊണ്ട് തുടക്കം കുറിക്കും. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം നിർവഹിക്കും. ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ബഡ് സ്കൂളുകൾക്കുള്ള ധനസഹായം വിതരണം ചെയ്യും. COA സംസ്ഥാന പ്രസിഡന്റ് K വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. പ്രസ് ക്ലബ് സെക്രട്ടറി സണ്ണി ജോസഫ്, COA സംസ്ഥാന നേതാക്കളായ KV രാജൻ, M അബൂബക്കർ, സിദ്ദിഖ്, പ്രവീൺ മോഹൻ, വിനു ശിവദാസ്, M രാജ്മോഹൻ, സജീവ് കുമാർ എന്നിവർ സംബന്ധിക്കും. ജില്ലാ പ്രസിഡന്റ് സതീഷ് K പാക്കം സ്വാഗതവും CCN ചെയർമാൻ K പ്രദീപ് കുമാർ നന്ദിയും പറയും. COA ജില്ലാ കമ്മിറ്റിയും CCNും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ സഹകരണത്തോടെയാണ് ഉത്സവ പരിപാടിക്ക് തുടക്കമായത്. നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നാടൻ കലാപരിപാടികൾ അവതരിപ്പിച്ചു വരികയാണ്. കാഞ്ഞങ്ങാട്ട് ആർട്ട് ഫോറത്തിന്റെ സഹകരണത്തോടെ ഉത്സവം ഫോക്ലോർ ഫെസ്റ്റിന് തുടക്കമായി. ആലാമ്പിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നാടൻ കലാരൂപങ്ങളുടെ ഉത്സവം നടക്കുന്നത്. വടക്കൻ കേരളത്തിൽ അപൂർവമായി അവതരിപ്പിക്കാറുള്ള പടയണി ആസ്വാദകർ വിസ്മയം പകർത്തുകയുണ്ടായി. തോൽപ്പാവക്കൂത്ത് പരിപാടിയും ഏറെ ശ്രദ്ധേയമായി. ജനുവരി 11 ഉത്സവം ഫോക്ലോർ ഫെസ്റ്റിന് സമാപനമാകും. വിവിധ സേവന പ്രവർത്തനങ്ങളുമായി വിദ്യാനഗർ ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ശതാബ്ദി വർഷത്തിന്റെ ഭാഗമായാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ലയൺസ് ശതാബ്ദി വർഷത്തിന്റെ ഭാഗമായി ജനുവരി 9 ലയൺസ് 318E ഗവർണർ ലയൺസ് CAK ശിവപ്രസാദിന്റെ ക്ലബ് സന്ദർശനത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചികിത്സാ സഹായം, വീടില്ലാത്തവർക്ക് വീട് പദ്ധതി, കുട്ടികളുടെ ക്ലബ്, വീൽചെയർ വിതരണം തുടങ്ങി വിവിധ സേവന പ്രവർത്തനങ്ങളാണ് ക്ലബ് നടത്തിവരുന്നതെന്നും ഇതിനായി സദാ സന്നദ്ധരാണ് 44 അംഗങ്ങൾ ഉൾപ്പെട്ട ലയൺസ് ക്ലബ് എന്നും ഭാരവാഹികൾ അറിയിച്ചു. 100ാം വർഷത്തിൻ്റെ ആഘോഷപരമായിട്ട് ഞങ്ങൾ ഒരു ആഴ്ച സേവനവാരമായിട്ട് ആചരിച്ചിരിക്കുകയാണ്. അതായത് ഈ 7ാം തീയതി തുടങ്ങിയിട്ട് 13ാം തീയതി വരെ. ആ 7ാം തീയതി തൊട്ട് 13ാം തീയതി വരെയുള്ള ഓരോ ദിവസവും ഓരോരോ പ്രോഗ്രാംസാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഉദ്ഘാടന പരിപാടികളാണ് 9ാം തീയതി ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ CA ശിവപ്രസാദ് നിർവഹിക്കുന്നത്. പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം, കഴിഞ്ഞ വർഷം ഞങ്ങളൊരു വീട് വെച്ചൊരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് നൽകുകയുണ്ടായി. ഈ വർഷവും ഞങ്ങളൊരു എതിർത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു സ്ത്രീക്ക് ഞങ്ങൾ വീട് വെച്ചുകയാണ്. ഏകദേശം 3.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വിദ്യാനഗർ ലയൺസ് ക്ലബ് ഈ ഒരു പരിപാടി നടത്തുന്നത്. പിന്നെ അതിൻ്റെ താക്കോൽദാനാണ് 9ാം തീയതി താക്കോൽദാനാണ് നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ പ്രശാന്ത് G നായർ, അഡ്വക്കേറ്റ് K വിനോദ് കുമാർ, A പ്രഭാകരൻ നായർ, സുധീർ നമ്പ്യാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ആരോഗ്യവകുപ്പിലെ കൂട്ടസ്ഥലം മാറ്റത്തിനെതിരെ പ്രതിഷേധം. NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി DMO ഓഫീസിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. DC പ്രസിഡന്റ് ഹക്കീം കുന്നിലും യൂത്ത് കോൺഗ്രസ് നേതാവ് സാജിദ് മൗൽ ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. നേതാക്കൾ ഡെപ്യൂട്ടി DMO രാംദാസുമായി സംസാരിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ തുടർന്നാണ് NGO അസോസിയേഷൻ നേതാക്കൾ DMOക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ NGO അസോസിയേഷൻ പ്രവർത്തകരായ 17 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ഒരു ഓഫീസ് അറ്റൻഡറെയുമാണ് സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റങ്ങൾ 2 മാസത്തേക്ക് റദ്ദ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. അന്യായമായ സ്ഥലമാറ്റമാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് DMOനെ കാണാൻ ഇവിടെ വന്നത്. പക്ഷേ DMO സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഡെപ്യൂട്ടി DMOയുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി DMOയുമായി സംസാരിച്ച് നാളെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് DMO ഞങ്ങൾ. അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നത്.
ഈ ട്രാൻസ്ഫർ ഓർഡർ കോടതി ഉത്തരവ് പ്രകാരം റദ്ദ് ചെയ്തിട്ടുള്ളതാണ്. ഒടുവിൽ DMO ഡോക്ടർ AP ദിനേഷ് കുമാർ സമരക്കാരുമായി ചർച്ച നടത്തുകയുണ്ടായി. ട്രിബ്യൂണൽ ഉത്തരവ് വെള്ളിയാഴ്ച മുതൽ നിലവിൽ വരുമെന്ന് അദ്ദേഹം സമരക്കാർക്ക് ഉറപ്പു നൽകി. കുത്തിയിരിപ്പ് സമരത്തിന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MP കുഞ്ഞിമൊയ്തീൻ, ജില്ലാ സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം, PB രമേശൻ, MP രാജഗോപാൽ, KC സുജിത് കുമാർ, ലോകേഷ് MP, K അശോക് കുമാർ, പ്രകാശൻ കൊട്ര തുടങ്ങിയവർ നേതൃത്വമേകി. കടമ്പാർ വലിയുല്ലാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാം ഉറൂസും 11 ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയും ജനുവരി 11 മുതൽ 21 വരെ സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വലിയുല്ലാഹി ഹാജിയാർ ഉപ്പാപ്പയുടെ പാവന സ്മരണയ്ക്കായി 2 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന ഉറൂസ് നേർച്ച ജനുവരി 11 മുതൽ 22 വരെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊസോഡ് മൽഹർ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജനുവരി 22 വരെ നടത്തിവരുന്ന 11 തുടക്കം കുറിച്ച് 22 വരെ നടത്തിവരുന്ന ഉറൂസിൻ്റെ പ്രാരംഭം ഈ വരുന്ന 11 അതിഗംഭീരമായി നടത്താൻ തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം സംയുക്ത ജമാഅത്ത് അധ്യക്ഷൻ അസയ്യിദ് അതാഉള്ള തങ്ങളുടെ പതാക ഉയർത്തലോടുകൂടെ 11 ബുധൻ അസ്തമിച്ച വ്യാഴാഴ്ച 8 മണിയോടുകൂടെ ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞ് മുസ്ലിയാർ പൊയ്യത്തുബയിൽ മുദരിസായ മഹാനവറുകളുടെ പ്രാർത്ഥനയോടുകൂടെ തുടക്കം കുറിച്ച് അൽഹാജ് അബ്ദുല്ല മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. SA അബ്ദുൽ ഹമീദ് ലത്തീഫി മുഖ്യപ്രഭാഷണം നടത്തും. പരിപാടിയിൽ പ്രഗത്ഭവാത്മികളും മതപണ്ഡിതന്മാരും പങ്കെടുക്കും. 11 ദിവസങ്ങളിലായി മതപ്രഭാഷണവും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ മുഹയുദ്ദീൻ അസ്ഹരി, EK അബൂബക്കർ ഹാജി, ഉമ്മർ ഷാഫി, IM അബ്ദുള്ള, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തരിച്ച മുൻ MPയും മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ ഹമീദ് അലി ഷംനാടിന് നാടിന്റെ അന്ത്യാഞ്ജലി. ഉദിച്ചുയർന്ന സൂര്യൻ ഒടുവിൽ അസ്തമിച്ചു. പച്ച രാഷ്ട്രീയത്തിന്റെ വഴിത്താരയിലൂടെ ഷംനാട് നടന്നു നീങ്ങിയത് ചരിത്രത്തിൽ ഇതിഹാസ തുല്യമായ ജീവിതം രചിച്ചുകൊണ്ട്. സ്ഥലം മാറ്റം പുനഃപരിശോധിച്ച് തോംസൺ ജോസിനെ കാസർഗോഡ് തന്നെ നിയമിക്കണമെന്ന ആവശ്യവുമായി സേവ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ. സംസ്ഥാനത്തെ ക്രഷറുകളും അടച്ചുപൂട്ടലിന്റെ വക്കിൽ. നാമമാത്രമായി ലഭിക്കുന്ന വേതനം വർദ്ധിപ്പിക്കണമെന്ന് ക്രഷർ ജീവനക്കാർ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 26ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. NH അൻവർ ഫോട്ടോ അനാച്ഛാദനവും ബഡ് സ്കൂളുകളിലേക്കുള്ള ഫണ്ട് വിതരണവും ഞായറാഴ്ച ഉദുമയിൽ വെച്ച് സംഘടിപ്പിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.